കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. രാധികാമ്മ ആകെപ്പാടെ തകർന്നു നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗോവിന്ദ് പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് തന്റെ അതിഥികളാണ് ഈ വന്നിരിക്കുന്നത്. വിജയലക്ഷ്മിയും രഞ്ജു ഇത്രയും കാലം അറക്കൽ കുടുംബത്തിന് ശത്രുവായിരുന്നു. പെട്ടെന്നാണ് അവര് അറക്കൽ കുടുംബത്തിന് മിത്രങ്ങളായി മാറിയിരിക്കുന്നത്. അത് രാധികാമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. രാധികാമ്മ ഒന്നും മിണ്ടാൻ നിൽക്കുവാണ്. ഈ സമയത്ത് വരുൺ രാധികാമ്മനെ ഒന്ന് നോക്കുന്നുണ്ട്. രാധികാമ്മയ്ക്കാണെങ്കിൽ നിൽക്കാനും പറ്റില്ല, പോകാനും പറ്റില്ലാത്തൊരവസ്ഥയില്. പെട്ടെന്ന് ഗീത പറഞ്ഞു, അല്ല എല്ലാരും ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ, ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട്. ഗോവിന്ദ് പറഞ്ഞു, അതെ കേക്ക് കട്ടിയൊക്കെ ചെയ്യണമെന്ന് പറയാം. എല്ലാവർക്കും കൂടെ കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തും പിന്നെ ചെറിയൊരു ട്രീറ്റും, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാം. അപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ കയ്യെ പിടിച്ചിട്ട് ഗീത പറഞ്ഞു, ബാമ്മ ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ ചേർത്ത് നിർത്തുവാണ്, തന്നോട് ചേർത്ത് വയ്ക്കുക. ഇതൊക്കെ കണ്ട് രാധികയ്ക്ക് അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. രാധികയുടെ മനസ്സിലങ്ങോട്ട് എരിപൊരി തീ അങ്ങോട്ട് കത്തി എരിഞ്ഞോണ്ടിരിക്കുക. അവള് കിട്ടിയ അവസരം മുതലാക്കുക. തന്റെ കൺമുന്നില് അവള് വലിയ ആളാവാനായിട്ട് ഒന്നും പറയാനും പറ്റില്ല. ഈ സമയത്ത് താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് മിക്കവാറും എന്താ പറയണമെന്ന് പോലും അറിയത്തില്ല. തന്റെ സമയം ശരിയല്ല, അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. പിന്നീട് രാധികാമ്മ അങ്ങോട്ട് മാറിപ്പോകണം. അപ്പോഴേക്കും വരുൺ രാധികാമ്മ എടുത്തേക്കുന്നു. എന്തൊക്കെ അമ്മ ഇവിടെ സംഭവിക്കണമെന്ന് ചോദിക്കാം. കണ്ടില്ല വിജയലക്ഷ്മിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നേ. അല്ല അമ്മയോട് ഇത് ഗോവിന്ദേട്ടൻ ചോദിച്ചോന്ന് ചോദിക്കാം. എന്നോട് അവൻ ചോദിക്കാനോ? പണ്ടത്തെ ഗോവിന്ദൊന്നും അല്ലല്ലോ. ഇപ്പൊ അവൻ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ലല്ലോ. എല്ലാം ഗീതുവിന്റെ ചൊൽപ്പടിക്കല്ലേ കാര്യങ്ങളൊക്കെ നടത്തുന്നേ. എന്നാലിത് ഗീതുവിന്റെ തന്ത്രമായിരിക്കും. ഗീത പറഞ്ഞു വിളിപ്പിച്ചിരിക്കുന്നതായിരിക്കും. അതെ, അങ്ങനെ ആവാനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ കണ്ണൻ സ്വയം മനസ്സാലെ ഇങ്ങനെ തീരുമാനം എടുക്കത്തില്ല. എല്ലാം അവളുടെ തന്ത്രമാ. പോരാത്തനാ വിജയലക്ഷ്മിയും കൂടെ ഇവിടെ കയറി പറ്റാനുള്ള തന്ത്രമാ. അതൊരിക്കലും നടപ്പാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. ദേ അമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ. മാത്രമല്ല ആ പൊടി കലക്കി കൊടുക്കണം. ആ പൊടി കലക്കി കൊടുത്ത് അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് പറയാണ്. ഇനി അമാന്തിച്ചുകൂടാ. ഇന്നത്തെ ദിവസം തന്നെ അവൾക്ക് അതും കൂടി കൊടുത്തേക്കാം. ഇനി എന്തിനാ നമ്മൾ നീട്ടി വെക്കുന്നതെന്ന് ചോദിക്കാം. അത് ശരിയാ, അതിനൊരു സമയം കിട്ടണ്ടേ നമുക്ക്. ജ്യൂസ് കലക്കുന്ന കൂടത്തില് അത് കലക്കി കൊടുക്കാം. അവൾ സന്തോഷിക്കട്ടെ, കുടുംബത്തിലെല്ലാരും സന്തോഷിക്കട്ടെ. അങ്ങോട്ട് കുഞ്ഞു പറക്കുന്നതിന്റെ ആഹ്ലാദം അതങ്ങ് നടക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, എന്നാ ശരി ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം. അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് വെച്ചു. കേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം ഗീതുവിനെയും രേഖനെയും കൂടെ വിളിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്ന് കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെന്ന് ഒരു കൈ തന്നെ കത്തി പിടിച്ച് രണ്ടുപേരും കൂടെ മുറിക്കുക. രണ്ടുപേർക്കും കൂടെ ഒരു കേക്കാണ്. അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വിജയലക്ഷ്മി അടുത്തിപ്പുണ്ടായിരുന്നു. ഗീതു ആദ്യം വിജയലക്ഷ്മിക്കാണ് വെച്ചു കൊടുത്തത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അതുപോലെ തന്നെ രഞ്ജുനും. ആദ്യം രേഖയാണെങ്കിലും വിജയലക്ഷ്മിക്കാ വെച്ചു കൊടുത്തത്, രാധികാമ്മയ്ക്ക് വെച്ചു കൊടുത്തില്ല. രേഖയ്ക്ക് അറിയാം അവർക്ക് തന്നോടുള്ള ഇഷ്ടം എത്രമാത്രമാണ്. ഈ വയറ്റി വളരുന്ന കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ നടക്കുന്ന വരുണം രാധികാമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. താനിവിടെ നിന്നിട്ട് തനിക്ക് തരാതെ അവൾ കൊണ്ടുപോയി വിജയലക്ഷ്മിക്ക് കൊടുത്തിരിക്കുന്നു. അതൊക്കെ രാധികാമ്മയുടെ നെഞ്ചില് ഒരു ഇടുത്തിയായിട്ട് മിന്നുമായിരുന്നു. അവൾക്ക് കയറി വരാൻ കണ്ട സമയം ഇവൾ ഒറ്റ ഒരുത്തി ഈ കുടുംബത്തിലേക്ക് കയറിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത്. പിന്നീട് ഗോവിന്ദനും എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പീസ് കേക്ക് രഞ്ജുവിനും കിട്ടി. രഞ്ജുവിന് കേക്ക് കിട്ടി. രഞ്ജുവിന് ആ കേക്കിന്റെ സ്മെല്ല് അങ്ങോട്ട് വന്നപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് ഒമിറ്റ് ചെയ്യാൻ വന്നു. രഞ്ജു പെട്ടെന്ന് കേക്ക് കഴിക്കാതെ ഛർദ്ദിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം ഗീതുവും ദേഹമൊക്കെ പരസ്പരം നോക്കുവാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഗീതും പറയും ഓടിച്ചെന്നു. അങ്ങനെ ഓടിച്ചെന്ന് പുറം തിരുമ്മി കൊടുക്കുവാണ്. ശരിക്കും ഓക്കാനിക്കുവാണ്. എന്നിട്ട് അപ്പോഴേക്കും വിജയലക്ഷ്മിയും അവരെല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. വിജയലക്ഷ്മി വന്നിട്ട് എന്താണെന്നറിയത്തില്ല, രാവിലെ തൊട്ട് ഇങ്ങനെയാന്ന് പറയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പ്രിയ വന്നിട്ട് പറഞ്ഞു, ബാ രഞ്ജു ഇച്ചേറെ റെസ്റ്റ് എടുക്കാനും പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഗീതുവിന് വല്ലാത്തൊരു സംശയവും ടെൻഷനും ഒക്കെ തോന്നി. പെട്ടെന്ന് വിജയലക്ഷ്മി എടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്താ കാര്യം? എനിക്കറിയത്തില്ല മോളെ, രാവിലെ തൊട്ട് അവൾ ഇങ്ങനെയൊക്കെ തന്നെയാ. ഈ ഓക്കാനെ ഛർദിയായിട്ട് നടക്കുക. എന്താ കാര്യം എന്നൊന്നും അറിയില്ല എന്ന് പറയാണ്. എനിക്ക് ബലമായ സംശയമുണ്ട്, ഇനി അവൾക്ക് വല്ല പ്രഗ്നൻസി ആണോന്ന് എന്റെ ഡൗട്ട് അതെനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഗീത ഒന്ന് ഞെട്ടി. അതെങ്ങനെയമ്മേ? അവൾക്ക് മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു കൊടുത്തല്ലേ? എനിക്കറിയത്തില്ല എന്റെ മോളെ, അങ്ങനെ എന്തേലും ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാം. ആ സമയത്ത് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ രഞ്ജു പ്രിയയോടൊപ്പം നിൽക്കുമായിരുന്നു. പ്രിയ ചോദിച്ചു, എന്താ രഞ്ജു വിശേഷം വല്ലതും ഉണ്ടോന്ന് ചോദിക്കുക. അത് കേട്ടതും ഒന്ന് ചിരിക്കുക. ഈ സമയത്ത് വിശേഷം ഉണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. 3 ഗർഭിണികള് എന്ത് രസമായിരിക്കും അല്ലേന്ന് ചോദിക്കുക. രഞ്ജു പറഞ്ഞു, മിക്കവാറും അതൊക്കെ ഞാൻ പറയാന്ന് പറയണം. ഇത് കേട്ട പ്രിയ പറഞ്ഞു, അപ്പൊ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടെന്ന് തോന്നല്ലോ എന്ന് പറയണം. നോക്കട്ടെ എന്ന് പറയണം.
അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ട് വന്നു. കാഞ്ചന വന്നിട്ട് ചോദിച്ചു, അല്ല രഞ്ജിപ്പാപ്പയ്ക്ക് ഇവിടെ ഛർദിയാന്ന് പറയുന്ന കേട്ടല്ലോ. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, അതെ ഛർദിയാ. ഇനിയിപ്പം അതെ ഗോന്തമാമൻ വീണ്ടും ഒരമ്മാവനാവാൻ പോവാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതിന്റെ രഞ്ജു ഒന്ന് ചിരിക്കുകയാണ്. പ്രിയ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സന്തോഷമാ. വീട്ടിൽ 3-4 പിള്ളേർ ഇങ്ങനെ ഓടിക്കളിക്കും, എന്ത് രസമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. പ്രിയക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പ്രിയ ഭയങ്കര സന്തോഷത്തിലുമായിരുന്നു. ഈ സമയം പെട്ടുപോയത് വിജയലക്ഷ്മിയൊക്കെയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് അങ്ങോട്ട് വന്നു. ഗോവിന്ദ് വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ഗീതു കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദിന് ഒരു ഞെട്ടലുണ്ടായി. എന്റെ ഭഗവാനെ, ഇനി ഇപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ എന്തേലും ആണെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലാണെന്ന് പറയണം. വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് അന്നേ സംശയം തോന്നിയതാ. അവൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ അവൾ പോകുന്നവളാ. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ചെറുപ്പം പോലെ അവൾ അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, നോക്കാന്ന് പറയണം. ഈ സമയത്ത് രഞ്ജു എന്ത് ചെയ്യണം? രഞ്ജു ഗീതുവിന്റെ രേഖയുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് അവിടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ രണ്ടുപേരും ഗർഭിണികളാണല്ലോ. ഇനിയിപ്പൊ 3-മതൊരാളും കൂടെ വന്നെന്നോർത്ത് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രേഖ പറഞ്ഞു, 3-മതൊരാളോ? അതെ, ഞാനും വിശേഷം അറിയിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എനിക്കും ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേഖ പറഞ്ഞു, ആഹാ കൊള്ളാലോ എന്ന് പറയണം. ഗീതുവിലൊരു ഞെട്ടലുണ്ടായി. ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗീതുവിന്റെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ടപ്പോ രേഖ ചോദിച്ചു, എന്താ ഗീതു, എന്താ കാര്യം ചോദിക്കാ? ഒന്നുമില്ലാന്ന് പറയണം. എന്തേലും പറയാൻ പറ്റുമോ? എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അവൾക്ക് എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ആ ചകഞ്ഞ് ചോദിച്ചോണ്ടിരിക്കും. ഒന്നും മിണ്ടാൻ പറ്റില്ലോ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല. ഗീതു നേരെ ചെല്ലുന്ന ഗോവിന്ദന്റെയും വിജയലക്ഷ്മിയുടെ അരിയിലേക്കാണ്. പിന്നീട് അവരുടെ അടുത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണേ. രഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഏതറ്റം വരെ എവിടെ വെള്ളം കൊണ്ടുപോകാൻ വരെ എനിക്ക് സമ്മതമാണ്. എവിടെ വെള്ളം കൊണ്ടേ അവളെ ഞാൻ ചികിത്സിപ്പിക്കാം. അവളുടെ രോഗം ഒന്ന് ഭേദമായാൽ മതിയെന്ന് പറയണം. ഗീത പറഞ്ഞു, അത് ശരിയാ കണ്ണേട്ടാ, കൊണ്ടോണം. അവളെ എവിടെയാണെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. ലോകത്തിന്റെ ഏതറ്റത്ത് എവിടെയാണ് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നത് അവിടേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ഇനി നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലാന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദൊന്നും മിണ്ടാതിരിക്കുവാണ്. വിജയലക്ഷ്മിക്കാണ് എന്ത് മറുപടി പറയാനും നടത്തില്ല. വിജയലക്ഷ്മി പറഞ്ഞു, ഇതൊക്കെ കൊണ്ടാ ഞാനന്ന് പറഞ്ഞ ഈ കല്യാണം വേണ്ടെന്ന്. പെട്ടെന്ന് ഗീത പറഞ്ഞു, ഞാനല്ലേ എല്ലാത്തിനും കാരണക്കാരി. ധ്യാനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താതിരിക്കുമായിരുന്നെങ്കിലോ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില് അങ്ങനെ അവരൊക്കെ നിൽക്കുകയാണ്. രഞ്ജുവാണ് ഭയങ്കര സന്തോഷത്തിലാണ് താൻ പ്രഗ്നന്റ് ആകാൻ പോവാന്നുള്ള ആ ഒരു വിവരം. പെട്ടെന്ന് രഞ്ജു നേരെ ഗീതന്റെ അടുത്ത് വന്നിട്ട്, അതെ ധ്യാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അതെ അതൊക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ട് പറയാന്ന് പറയാം. ഇത് കേട്ട രഞ്ജു, അത് പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ ധ്യാനെ വിളിച്ച് പറയണമെന്ന് പറയാം. അവര് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞ്. പക്ഷെങ്കിൽ അവൻ ഇപ്പൊ വേണമെന്നില്ലായിരുന്നു. അവൻ 2 വർഷം കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. ഇതാ അവനൊരു സർപ്രൈസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് രഞ്ജു ഞാൻ അവനോടൊന്ന് വിളിച്ചു പറട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഫോണുമായിട്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ ആ ഒരു സന്തോഷകര ദിനം അങ്ങനെ ആകെപ്പാടെ സങ്കടത്തിലേക്ക് വഴിമാറുവാണ്. ഒരു പക്ഷെ ഇനിയിപ്പോ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ അറിയാം ഡോക്ടർ എന്തൊക്കെയാ പറയണേന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു ഗീതുവിന്റെ ഒക്കെ ആണെങ്കിലും മനസ്സിലുണ്ടായിരുന്നത്. ആ സമയം ഇതൊന്നും അറിയത്തില്ലാതെ രാധികാമ്മ എന്ത് ചെയ്യുവാണ്, ആ ജ്യൂസിനകത്തേക്ക് പൊടി കലർത്തുവാണ്. ഇത് അവളെ കൊണ്ട് കുടിപ്പിക്കണം, ആ ഗീതുവിനെ കൊണ്ട്. അങ്ങനെ അവള് കുടിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാവും. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയിക്കോളും. ആ ഒരു സന്തോഷത്തോടെയായിരുന്നു രാധികാമ്മ പൊടി കലർത്തുന്നത്. എങ്ങനെയെങ്കിലും ഇത് അവളുടെ കൈകളിലൊന്നും എത്തിക്കണം, അവളെ കൊണ്ട് കുടിപ്പിക്കണം. അങ്ങനെ ആ ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. മിക്കവാറും ആ ജ്യൂസ് ഗീതുവിന് കിട്ടത്തില്ല. ആ ജ്യൂസ് കുടിക്കാൻ പോകുന്നത് രഞ്ജു ആയിരിക്കും. രഞ്ജുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങനെ പോവുകയും ചെയ്തിരിക്കും. അതിനായിരിക്കും ചാൻസ് കൂടുതൽ. എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് അറിയത്തില്ല. ഒരു പക്ഷെ ഇതോട് കൂടിയിട്ട് ഇനിയിപ്പം അറിയപ്പെടാതിരിക്കുന്ന പല സത്യങ്ങളും പുറത്തു വരും. കാരണം ഒരു സർജറി ഒക്കെ വേണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെയോ അല്ലെങ്കിൽ രക്തബന്ധമുള്ള ആരുടെയെങ്കിലും ഒരു സഹായം കൂടിയേ തരുള്ളൂ രഞ്ജുവിന്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അമ്മ അവളല്ലെന്നുള്ള കാര്യം, വിജയലക്ഷ്മി അല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. അനാർക്കലി ആന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.